പ്രിയമുള്ളവരെ, ഇന്നത്തെ വീഡിയോ കുറച്ച് ഡേഞ്ചറാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. സമയം ഏകദേശം വൈകുന്നേരം 6:30 നമുക്ക് പോകാം. ഈ രാത്രിയിൽ വെറുതെ ചൂട്ട് കത്തിക്കുന്നതല്ല, കുളവിയുടെ കൂട് കത്തിക്കുന്ന ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത്. ക്യാമറമാനും ചെറിയ പേടിയുണ്ട് കേട്ടോ. അത് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കുളവിക്കൂട് കത്തിച്ച് അതിൻ്റെ മുട്ടകൾ ഞങ്ങൾ കൈവശമാക്കി. ഇനിയാണ് പണി മക്കളെ. ഇത് നന്നായി വൃത്തിയായി കഴുകിയെടുത്ത് ഈ മുട്ടയ്ക്കകത്തുള്ള ഒരു കറുത്ത സാധനം കളഞ്ഞ് ഒരു പരിപാടിയുണ്ട്, അത് കണ്ടു നോക്കാം. ഇതിൻ്റെ ഈ മുട്ട എടുത്ത് നമുക്ക് പച്ചയ്ക്ക് കഴിക്കാം. ചൈനക്കാരനല്ല കേട്ടോ ഞാൻ. അത്യാവശ്യം നല്ല ടേസ്റ്റാണ്. ഇത് ഇനി ഫ്രൈ ആക്കി കഴിച്ച് നോക്കാം. എൻ്റെ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഏതൊരു ഫുഡും ഞാൻ കഴിച്ച് നോക്കിയിട്ട് നിങ്ങളോട് അതിനോട് സജക്റ്റ് ചെയ്യുന്നു. ഒരു മൺചട്ടി എടുത്ത് അടുപ്പിൽ വെച്ച് നന്നായി ചൂടായതിനു ശേഷം അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലൽപ്പം കടുക് പൊട്ടിച്ച് കുറച്ച് വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, കുറച്ച് തേങ്ങ ചിരവിയത്, ആവശ്യത്തിന് ഉപ്പ്, മുളക് പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എന്നിവയും അതോടൊപ്പം തന്നെ ഒരു ചെറിയ സവാള അരിഞ്ഞ് ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കണം. കുളവിയുടെ മുട്ടയ്ക്ക് ഒരുപാട് ഔഷധ ഗുണമുണ്ട്. അതിലേറ്റവും പ്രധാനം നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീൻ ലഭിക്കും എന്നുള്ളതാണ്. ഇത് കഴിച്ചിട്ടുള്ളവർക്ക് ഇതിൻ്റെ രുചിയും ടേസ്റ്റും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. പൊളി സാധനം തന്നെയാണ് കേട്ടോ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത് നിങ്ങൾ കഴിച്ചു നോക്കണം. ഇതിൻ്റെ ആവി വറക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താ ടേസ്റ്റ്. അപ്പോൾ ഫ്രൈ റെഡിയായി. ഇനി ഇത് കഴിച്ച് നോക്കാം. ഞാൻ ഉപ്പുമാവിൻ്റെ കൂടെയാണ് ഇത് കഴിക്കുന്നത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. വീഡിയോ ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോ അതുപോലെ തന്നെ വെറൈറ്റി വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.